വെല്ലുവിളിയെ അവസരമാക്കി മാറ്റിയ മനുഷ്യൻ ഡോക്ടർ സുരേഷ് ഹനഗവാഡി, പത്മശ്രീ ജേതാവ് 2026. 1963 ജനിച്ച അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ ഹീമോഫീലിയ ബി രോഗം സ്ഥിരീകരിക്കപ്പെട്ടു. രക്തം സാധാരണ പോലെ കട്ട പിടിക്കാതിരിക്കുന്ന ഒരു ജനിതക രോഗമാണത്. എൻ്റെ അമ്മ എന്നെ ഒരു കൂട്ടിലെ തത്തയെ പോലെയാണ് വളർത്തിയത്. ഹീമോഫീലിയയ്ക്ക് വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ പോയാൽ സന്ധികൾക്ക് വീണ്ടും കേടുപാടുകൾ സംഭവിക്കുകയും അത് സ്ഥിരമായ ശാരീരിക വൈകല്യത്തിന് കാരണമാവുകയും ചെയ്യാം, പ്രത്യേകിച്ച് കുട്ടികളിൽ. ഹീമോഫീലിയയുമായി വളർന്ന ജീവിതാനുഭവമാണ് അതേ അവസ്ഥയിലുള്ള കുട്ടികൾക്കും സാധാരണവും സ്വതന്ത്രവുമായ ഒരു ജീവിതം ഉറപ്പാക്കണമെന്നായിരുന്നു ഡോക്ടർ സുരേഷിന്റെ ലക്ഷ്യം. എൻ്റെ അമ്മാവന് കടുത്ത തലവേദന അനുഭവപ്പെട്ടു. എനിക്ക് ഹീമോഫീലിയ ഉണ്ട്, തലച്ചോറിൽ രക്തസ്രാവം നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു. 2-3 കുപ്പി രക്തമെങ്കിലും നൽകണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. പക്ഷേ അത് സൈനസൈറ്റിസ് ആണെന്ന് കരുതി ഡോക്ടർ ആന്റിബയോട്ടിക്കുകളും വേദന സംഹാരികളും നൽകി ഞങ്ങളെ OPയിൽ നിന്ന് മടക്കി അയച്ചു. പിന്നീട് പാർക്കിൽ അസഹ്യമായ വേദന സഹിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു ഡോക്ടർ ആകണം. ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. അപ്പോഴാണ് ഞാനൊരു ഡോക്ടർ ആകണമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്തത്. ഡോക്ടർ സുരേഷ് MBBS പഠനം പൂർത്തിയാക്കി തുടർന്ന് പാത്തോളജിയിൽ MD നേടി. ആദ്യമായി ലഭിച്ച സ്റ്റൈപ്പൻഡ് ഉപയോഗിച്ച് അദ്ദേഹം കർണാടകയിലെ ആദ്യത്തെ ഹീമോഫീലിയ സൊസൈറ്റിക്ക് തുടക്കമിട്ടു. വെല്ലുവിളി എന്തെന്നാൽ മരുന്നുകൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടിയിരുന്നതിനാൽ അവയ്ക്ക് വളരെ ഉയർന്ന വിലയായിരുന്നു. ചികിത്സയുടെ അഭാവത്തിൽ ആരും കഷ്ടപ്പെടരുതെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം ഫണ്ട് സമാഹരിക്കുന്ന ദൗത്യത്തിന് തുടക്കമിട്ടു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഈ ദൗത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ, ഇൻപേഷ്യന്റ് സൗകര്യങ്ങൾ, ഹൈഡ്രോതെറാപ്പി, ഫിസിയോതെറാപ്പി, ബ്ലഡ് സെന്റർ എന്നിവ ഉൾക്കൊള്ളുന്ന സമഗ്രമായ രക്തരോഗ ചികിത്സാ സംവിധാനവും അദ്ദേഹം രൂപീകരിച്ചു. ഹീമോഫീലിയ ചികിത്സാ പ്രസ്ഥാനത്തിൽ സർക്കാരിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചു. 2005 രാജ്യത്ത് ആദ്യമായി ഹീമോഫീലിയ ചികിത്സാ പ്രസ്ഥാനത്തിൽ പങ്കാളിയായ സംസ്ഥാനമായി കർണാടക മാറി. ആ ചരിത്ര നേട്ടത്തിന് വഴിയൊരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. കരുണയും ധീരതയും ചേർന്ന ജീവിതത്തിന്റെ ഉജ്ജ്വല മാതൃകയാണ് ഡോക്ടർ ഹനഗവാഡി. ഞങ്ങളുടെ രക്തത്തിൽ കുറവുള്ളത് കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ മാത്രമാണ്, ആവേശമോ ബുദ്ധിശക്തിയോ അല്ല. ശരിയായ ചികിത്സ ലഭിച്ചാൽ ഹീമോഫീലിയ ബാധിച്ച നമ്മുടെ കുട്ടികൾക്ക് വൈകല്യം, വേദന എന്നിവയിൽ നിന്നും മുക്തരായി നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയും. ഡോക്ടർ സുരേഷ് ഹനഗവാഡി, പത്മശ്രീ 2026. കോടി നമസ്കാരം.